ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യകുട്ടന് സ്കൂളിൽ പോകണം, ഹസ്ബൻഡിന് ഓഫീസിൽ പോകണ്ട. അപ്പോൾ രാവിലെ ഇവന് വേണ്ട സ്നാക്ക് കാര്യം എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പിന്നെ ഇവന് കഴിക്കാൻ വേണ്ടി കൊടുക്കുവാണ്. അപ്പം അത്രയും നേരമായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ, എല്ലാവരും അറിഞ്ഞു കാണും. ഒരു പാവം 1.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല, അവളും രണ്ടാനച്ഛനും കൂടി അതിനെ കൊന്നെന്നുള്ളതിൻ്റെ ഒരിത്. അപ്പം അവരെ രണ്ടുപേരെയും കൂടെ അന്നപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് തന്നെ എന്നാലും എല്ലാവരും അതായിരിക്കുമല്ലോ, അവനെയും ചീത്ത വിളിച്ച് പ്രത്യേകിച്ച് അവളെ സ്വന്തം അമ്മയല്ലേ, എങ്ങനെ അതൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ അല്ലേ. അപ്പം അതിങ്ങനെ ചീത്ത വിളിച്ചിരുന്നപ്പോഴത്തേനുമാണ് ഇന്ന് രാവിലെ കുറച്ച് മുന്നേ ഒന്ന് ഈ വോയിസ് ഓവർ ചെയ്യുന്ന ഈ ദിവസം ഇൻസ്റ്റഗ്രാം തന്നെ ഓണാക്കിയപ്പോഴത്തേനും കണ്ട് പോലീസുകാർ ഇവരെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ നാട്ടുകാർ നല്ല രീതിക്ക് മർദ്ദിക്കുന്ന രണ്ട് പേർക്കും ഉണ്ടായിരിക്കും, അയാളെ കേട്ടോ കാണിക്കുന്നത്, നല്ല രീതിക്ക് 2 പേർക്കിട്ടും കൊടുക്കുന്നുണ്ട് നാട്ടുകാർ. അത് കണ്ടപ്പോൾ എന്താണെന്നറിയത്തില്ല, മനസ്സിന് ഭയങ്കര ഒരു സമാധാനം. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ചെയ്യാൻ, ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ അല്ലേ. ഇത് മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യരായിട്ടുള്ള ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലേ. അപ്പോൾ ഭയങ്കര വിഷമം തോന്നിയൊരു ന്യൂസായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് കണ്ടപ്പം രാവിലെ അതുകൂടെ കണ്ടപ്പോഴത്തേനും കുറച്ചൊരാശ്വാസം തോന്നി. അപ്പോൾ അതാ കേട്ടോ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ജസ്റ്റ് അതുകൂടെ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതേണ്ടേ നമ്മൾ റെഡിയായി. ഇന്നിപ്പോൾ ആദിക്കുട്ടൻ്റെ സ്കൂളിലുണ്ടല്ലോ, ഇവൻ്റെ ബുക്സ് എല്ലാം കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് പേരൻസൂടെ ചെന്ന് കൊടുക്കണേ, പിള്ളേർക്ക് പറ്റത്തില്ല, വെയിറ്റ് ആണല്ലോ, ഒരു ലോഡ് പുസ്തകമുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ആദിക്കുട്ടനെ സ്കൂളിൽ വിട്ട്. 2 പുസ്തകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ, ഒരെണ്ണം ആരോ യൂസ് ചെയ്തോർന്നും ഒരെണ്ണം കീറിപ്പോയതും അതൊക്കെയായിരുന്നു അവർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ അവരതവിടെ മേടിച്ച് വെച്ചിട്ട് വേറെ അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ നേരെ പോയി ഇച്ചിരി ചിക്കനും മേടിച്ചു. പിന്നെ പാല് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 2 കവർ പാലും ഒക്കെ മേടിച്ച് വന്ന് ഞാൻ കയ്യോടെ ചിക്കൻ അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു കട്ടൻ കാപ്പി എടുത്ത് ഹസ്ബൻഡിന് കൊടുത്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചോ, ഞാൻ കഴുകിത്തരാമെന്ന്. കാര്യം ഈ ചിക്കനും ഒക്കെ കഴിക്കുമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു വല്ലായികയാട്ടോ. അപ്പോൾ അതങ്ങനെ വെള്ളത്തിലിട്ടൊരു കാപ്പിയും കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ പോയി അങ്ങ് കുളിച്ച് രാവിലെ തന്നെ. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യക്കുട്ടൻ്റെ രാവിലെല്ലാം കഴിപ്പിച്ചൊക്കെ കേട്ടോ. ദോശയായിരുന്നു കഴിക്കാൻ വേണ്ടി, ദോശയും ചമ്മന്തിയും. അപ്പം ഹസ്ബൻഡിന് ദോശ വേണ്ട, നമ്മുടെ വെജിറ്റബിൾ സാലഡ് മതി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എല്ലാ ദിവസവും അപ്പം ഇങ്ങനെ അരിഞ്ഞ് തലേദിവസം തന്നെ വെച്ചേക്കുവേ. അപ്പം ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ പോയി ദോശ കഴിച്ചിട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു വിശപ്പ്, എപ്പോഴും അതെ കുളിച്ച് കഴിയുമ്പോഴത്തേനും കേട്ടോ ഒരു വിശപ്പ്. അപ്പോൾ ദോശ കഴിക്കണം. ഈ ദോശ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്കൊരു കുടുങ്ങിയ പോലൊരു ഫീല് വന്നു കേട്ടോ. അതെനിക്ക് എപ്പോഴും ഉള്ള, ദോശയാണേലും ഇഡലി ആണേലും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ കുറച്ചൊരു വെള്ളവും കൂടെ കുടിക്കുവാണെങ്കിൽ ഓക്കെ ആ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വല്ലാതെ ഒരു ഇറങ്ങി പോകത്തൊരു ഫീൽ വരും. വേറെ ഫുഡൊന്നും കഴിക്കുമ്പോഴില്ല, ഈ ദോശ ഇഡലിയും കഴിക്കുമ്പോഴെനിക്ക് കൂടുതലും അങ്ങനെ, അതെന്നാന്നറിയത്തില്ല അങ്ങനെ. അപ്പം അവിടെ ഇരുന്ന് ദോശയൊക്കെ കഴിച്ച് അമ്മയാട്ടോ അതിൻ്റെ ഇടയിൽ ഫോൺ വിളിക്കുന്നത്. രാവിലെ തന്നെ ഒന്ന് അമ്മയെ വിളിച്ചേക്കും. അപ്പോൾ അമ്മയ്ക്കാണേൽ പനിയാന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അമ്മയെ വിളിച്ചു. അമ്മയും ശില്പയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കണം, പിന്നെ കുറച്ച് മോരിരിപ്പുണ്ട്, അത് കാച്ചണം, പിന്നെ ഇച്ചിരി പപ്പടം കാച്ചണം. അത്രയും മതിയെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തോരൻ വെക്കാനായിട്ടൊക്കെ ഐറ്റം ഇരിപ്പുണ്ട്, പക്ഷെ എല്ലാം കൂടെ ഒന്നും വേണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് പിന്നെ അത്രയൊക്കെ മതി, സിമ്പിളായിട്ട്. പിന്നെ ഞാൻ കഴിപ്പെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മുടെ വെന്തിരിപ്പുണ്ടായിരുന്നു, വെജിറ്റബിൾ സാലഡ്. അപ്പം അതിനകത്തോട്ടൊരു മുട്ടയൊക്കെ കൂടെ പൊട്ടിച്ചൊഴിച്ച് അതങ്ങനെ സെറ്റാക്കി കഴിക്കാൻ കൊടുത്തു. കുരുമുളകാണെ പൊടിക്കണം, എല്ലാം തീർന്നിരിക്കുക. കുരുമുളക് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കുരുമുളകിന് ഭയങ്കര വിലയാണെന്ന് തോന്നുന്നല്ലോ അല്ലേ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും കുറച്ച് എല്ലാ പ്രാവശ്യവും കൊണ്ടുവരിക. ഇപ്രാവശ്യം 2 വട്ടം പോയിട്ട് വന്നപ്പോഴും കുരുമുളക് എടുക്കാൻ മറന്നുപോയെന്നെ. അപ്പം ഇന്നിങ്ങി വൈകിട്ട് നമുക്കൊന്ന് സ്മാർട്ട് വരെ പോകണം. സ്മാർട്ടിലോ ഡിമാർട്ടിലോ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ഓർത്തോണ്ടിരിക്കുക. നമ്മുടെ സാധനമൊക്കെ അത്യാവശ്യം തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം നമ്മൾ ഇതുവരെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ വാങ്ങിച്ചൊരു വീഡിയോ കണ്ടല്ലോ,
അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനിയും വൈകിട്ട് അതിലും ഒന്ന് പോകണം. അന്നേരം കുരുമുളക് വാങ്ങണമെന്നൊക്കെ ഓർക്കുന്നു, മറന്നു പോവുമോ എന്തോ. അപ്പം ഇതൊരു കുറച്ച് സാലഡ് എനിക്ക് വേണ്ടി ഞാൻ വെച്ചതാണ്. ഇച്ചിരിയൊക്കെ വെജിറ്റബിൾ ഞാനും കഴിച്ചേക്കാം എന്നോർത്തു. പിന്നെ ഒരു കൂട്ടം കണ്ടുവന്നേ, ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ ലിഫ്റ്റിന് പുതിയൊരു പരിപാടി കേട്ടോ. എന്ത് ചെയ്താൽ ഇങ്ങനെ അടയത്തില്ല, അടയുകയും തുറക്കുകയും ചെയ്യുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഒരു പ്രേതബാധ പോലെ. ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ഇവിടെ ഒരാൾ ഭയങ്കര കളിയാക്കുന്നത് സെൻസർ പോയതാണെന്നും പറഞ്ഞുകൊണ്ട്. എന്നാലും കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും അല്ലെ. പിന്നെ ഇങ്ങനെ അടഞ്ഞു വരുന്നു, ആരോ കയറാനും തുറക്കാനും നിൽക്കുന്ന പോലെ തന്നെ തോന്നും. അതാണ് കറക്റ്റ് ഞങ്ങളുടെ ബാൽക്കണിയുടെ വാതുക്കലും. പിന്നെ സെൻസറാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ തേണ്ട സവാളയെല്ലാം ഒന്ന് തൊലി പൊളിച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയുള്ള പരിപാടി അങ്ങ് തുടങ്ങി. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വറുത്തുള്ള കറി അങ്ങ് വെക്കാമെന്ന് ഓർത്ത്. അല്ലെന്നുണ്ടെങ്കിൽ വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഒട്ടും കൂട്ടാൻ തോന്നത്തില്ല. എനിക്ക് ചിക്കനെ വറുത്തിട്ടല്ലാതെ പച്ചയ്ക്ക് വെക്കുമ്പോൾ ആദ്യത്തെ ദിവസം ജസ്റ്റ് ഒന്ന് കൂട്ടും, അതേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അറപ്പ് പോലെ എനിക്ക് തോന്നും കേട്ടോ. പക്ഷെ ഇതത്ര ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എണ്ണയൊക്കെ ഒഴിച്ച് വറക്കുന്നതിന് ഒത്തിരി എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പം ഹെൽത്തി ആണേലും അല്ലെങ്കിലും ഇന്നിപ്പം അങ്ങനെ തന്നെ വെക്കാമെന്ന് ഓർത്തു. അപ്പം എന്നോട് പറഞ്ഞത് സവാള പൊളിച്ച് തരാം, സവാള അരിഞ്ഞു തരാം, പൊളിച്ച് എല്ലാം വെച്ചേക്ക് മറ്റേ ചോപ്പറിനകത്തിട്ട് വലിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് പിടിച്ച് വലിക്കുമ്പോഴത്തേനും കൈക്ക് വേദന എടുക്കും. അപ്പം ഞാൻ സവാളയൊക്കെ പൊളിച്ച് വെച്ചിട്ട് പിന്നെ ഫോണിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടാക്കാമെന്ന് ഓർത്ത്. കാരണം ചുമ്മാ തന്നെയാണല്ലോ കിച്ചണിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വോയിസ് ഒക്കെ കൂടെ അവിടെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേനും ഒരു രസം. തന്നെ നിന്ന് പണി ചെയ്യുന്നതിൻ്റെ ഒരു മടുപ്പുമില്ല. ഹസ്ബൻഡിനാണെങ്കിൽ ജോലിയുണ്ട്. അപ്പം എന്നോട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. അപ്പം ഞാൻ കുളിക്കാൻ പോയ നേരത്ത് ചിക്കൻ കഴുകി വെച്ചിട്ടാണ് പോയി മീറ്റിങ്ങിന് കയറിയത്. അപ്പം ഇനി എങ്ങനെയാണെന്നോർത്ത് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും വേണം, അല്ലെങ്കിൽ ഇനി അടുത്ത മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം വരുന്നതും. അപ്പം അതിനിപ്പുറം ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാമെന്നോർത്ത് ഞാൻ ഏതായാലും സവാള എടുത്തങ്ങ് അരിയാന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് കൈക്ക് വേദനയുണ്ട്. അത് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴത്തേനും അങ്ങനെ കൈക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ബലം കൊടുത്ത് കഴിയുമ്പോഴേട്ടോ വേദന എടുക്കുന്നത്, അല്ലാതൊന്നുമല്ലേ. അപ്പം ഞാൻ എന്തായാലും അത് ചോപ്പറിനകത്തിട്ട് അങ്ങ് വലിച്ചു വെക്കാൻ ഓർത്തു. പിന്നെ ഈ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞ ആളിനും ഇപ്പം കൈക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൈ ഇങ്ങനെ ടേബിളിൽ വെച്ച് ഇങ്ങനെ ഒരേ പൊസിഷനിലിരുന്ന് വർക്ക് ചെയ്തായിരിക്കും. അപ്പം എന്തായാലും ഞാനത് അരിയാന്ന് ഓർത്ത് ചെറിയ പീസൊക്കെ ആക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ ഇനിയൊന്ന് കുക്കറിലിട്ട് വെന്തിട്ടാണ് വറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിക്കനൊന്നും അധികം വേവില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ വെക്കുമ്പോഴത്തേനും നല്ല രീതിക്ക് കുക്ക് ചെയ്യുവേ. കാരണം ആദ്യമേ ഒന്ന് കുക്കറിലിട്ട് വേവിക്കും, പിന്നെ വറക്കും, പിന്നെ കറിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. അങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്താട്ടോ ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്, എത്ര വേവില്ലെന്ന് പറഞ്ഞാലും. അപ്പം ഞാൻ അതിൽ നിന്നൊരു കുറച്ച് എല്ലില്ലാത്ത പീസുകൾ എടുത്തൊന്ന് മാറ്റി വെച്ചതാണ്. ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങുമ്പോൾ അങ്ങനെയാണ്, എല്ലില്ലാത്ത പീസ് എടുത്ത് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഇതുപോലെ സാലഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാന്നോർത്ത് മാറ്റി വെക്കും. ഞാൻ ആ ഒരു പാത്രത്തിനകത്തോട്ട്, തീരെ ചെറിയ പാത്രമായിരുന്നു എടുത്തത്, അതിനകത്തോട്ട് വെച്ചപ്പോഴത്തേനും അത് അടയുന്നില്ല. പിന്നെ അടുത്തൊരു പാത്രത്തിലോട്ട് കൂടെ ആക്കി ഇരട്ടിപ്പണിയാക്കി കേട്ടോ. ഇനി ഇതെല്ലാം കഴുകി വെക്കണമല്ലോ. ആദ്യമേ തന്നെ വലിയതിലെടുത്താൽ മതിയായിരുന്നു. അവന് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഇത് ഓർത്തോ എന്തോ ആദ്യമേ പോയി ചെറുതെടുത്തു. പിന്നെ എന്തായാലും വലിയ പാത്രം തന്നെ എടുത്ത് അതൊന്ന് മാറ്റി. പിന്നെ ചിക്കനകത്തോട്ട് കുറച്ച് മുളകും മല്ലി ഇട്ടിട്ടില്ല, മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട്, എനിക്കാണെങ്കിൽ കൈ മുളക് തൊട്ടാൽ പെട്ടെന്ന് നീറും, അതുകൊണ്ടാട്ടോ. അല്ലെ കൈ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഞെരടുന്നതാണല്ലോ ഏറ്റവും നല്ലത്. ഞാനത് നേരെ ഒന്ന് ആക്കിയിട്ട് നമ്മുടെ പ്രഷർ കുക്കറിൽ, ഇതെനിക്ക് ഈ ഒരു ഒറ്റ വലിയ കുക്കറുള്ളൂ കേട്ടോ. ഇതിലാണ് ഞാൻ ചോറ് വെക്കുന്നതും എല്ലാത്തിനും എടുക്കുന്നത്. പിന്നെ ഉള്ളത് കുഞ്ഞി കുക്കറാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഇത് കാണുമ്പോഴത്തേനും ഓർക്കും, അമ്മയോട് വരുമ്പോൾ ചോറ് പോലും കൊണ്ടുപോയെന്നൊക്കെ എന്നോട് നേരത്തെ പറയുമായിരുന്നു. കാരണം അമ്മയ്ക്ക് ചിക്കനൊന്നും കൂട്ടത്തില്ല കേട്ടോ. ഇപ്പം പിന്നെ നമുക്ക് റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇപ്പം ഇവിടെ ആര് വരാനാ, പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വരവൊക്കെ തന്നെ ഇതിനെല്ലാം പല കുക്കറുകളുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു കുക്കർ മാത്രം ആവശ്യമുള്ളൂ. പിന്നെ മറ്റേ നമുക്ക് റൈസ് കുക്കറും ഉണ്ടല്ലോ. അങ്ങനെ അത് അവിടെ ഇരുന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിലടിക്കുവേ. അപ്പം ആ നേരം കൊണ്ട് ഇതിന് വേണ്ട പൊടികളെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുവാണേ. പൊടി കൂടുതലായിട്ട് മല്ലിപ്പൊടി കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ എടുക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് ഇതിനകത്ത് പൊടികളൊക്കെ അത്യാവശ്യം തീർന്നിരിപ്പുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കണം. എനിക്ക് ഏറ്റവും ഒരു മടുപ്പുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ തട്ടിക്കുടഞ്ഞ് മാക്സിമം ഉള്ള എല്ലാം അങ്ങ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തെ മല്ലിയും മുളകും എല്ലാം തീർന്നിരിക്കും, അതൊക്കെ ഒന്ന് ആക്കണം. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് കേട്ടോ കൂടുതൽ, മറ്റേ മുളകിനെക്കാട്ടിലും കാശ്മീരി കൂടുതലിടും. മല്ലിപ്പൊടി ഇതിനെ 2നെക്കാട്ടിലും കൂടുതലിടും.
പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ എന്തുവാ മസാലപ്പൊടി. പിന്നെ ഞാൻ ചിക്കൻ മസാല ഇടത്തില്ല കേട്ടോ, കുറച്ച് നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. അപ്പോൾ അതുപോലെ എല്ലാം കൂടി ഇട്ട് പൊടിയെല്ലാം കരിയാതൊന്ന് വറുത്തെടുക്കുവേ. അപ്പോൾ അത് വറുത്ത് അവിടെ തണുക്കായിരുന്ന നേരത്ത് വേണ്ട ഞാൻ ഇതിനെയും ചോപ്പറിലിട്ടൊന്ന് വലിച്ചെടുക്കുവാണ്. ഈ ചോപ്പർ അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ട് തന്നെ ചെറിയ പീസായിട്ട് കിട്ടും. പിന്നെ ഇത് വലിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും അരിക്കുന്നതിൽ ഇപ്പോൾ അതുവാ കണ്ണ് നീറത്തില്ല, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അപ്പം അതെല്ലാം ഞാനങ്ങ് കയ്യോടെ വലിച്ച് അരിഞ്ഞു വെച്ച്. ഇനിയിപ്പോൾ ഈ വറുത്ത് വെച്ച പൊടി ഒന്ന് ജാറിനകത്തോട്ട് കയ്യോടെ മാറ്റുവാണേ. അത് തണുത്തിട്ടുണ്ട്. അപ്പം അതിപ്പോൾ അരയ്ക്കുന്നില്ല, കാരണം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളിക്ക നോക്കിയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയും മുട്ട തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനം എല്ലാം കൂടി ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തക്കാളിക്കായും കൂടി ഇട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ്, ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റുവാണെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ ചിക്കൻ വറക്കുകയും ചെയ്യാം. ഇന്ന് കറി മൊത്തത്തിൽ ഇതിൽ വെക്കാമെന്നുള്ളൊരു പ്ലാനിലിരിക്കുവാണ്. കാരണം എന്താണ്, ആ വലിയ പാത്രം ഒന്നും വലിച്ചെടുക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം കഴുകാനും എല്ലാം പാടാട്ടോ. അപ്പോൾ കഴുകൽ എനിക്ക് ഭയങ്കര മടുപ്പുള്ളൊരു കാര്യമാണ്. അപ്പം ഞാനതുകൊണ്ട് മാക്സിമം പാത്രങ്ങളൊക്കെ പുറത്തെടുക്കാതെ നോക്കും. ഇപ്പം ഈയിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മുട്ട പൊരിക്കാനൊക്കെ ഒരു കുഞ്ഞിപ്പാത്രമൊക്കെ മേടിച്ചിട്ട് അതൊന്നും ഞാൻ ഇതുവരെ പുറത്ത് പോലും എടുത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ പല പാത്രങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇതൊന്നും ഞാൻ പുറത്തോട്ട് അധികം എടുക്കത്തില്ലേ. അപ്പം നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയിരുന്നോളും കിച്ചൺ. അത്യാവശ്യം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് പുറത്ത് വെക്കുകയാണെന്നുണ്ടല്ലേ. അപ്പോൾ അതേ ചിക്കൻ ഇതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് എണ്ണയ്ക്കകത്താണ് കേട്ടോ, കണ്ടമാനം എണ്ണയൊന്നും വേണ്ട, സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതിനകത്തോട്ടിട്ടൊന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണേ. എന്നിട്ട് നമ്മുടെ ചിക്കൻ വെന്ത വെള്ളം കുക്കറിനകത്ത് ഇരിപ്പുണ്ട്, അത് കളയില്ല കേട്ടോ. അതും കൂടി നമ്മൾ കറിയിലോട്ട് ഒഴിക്കണം. എന്നാലേ ആ ചിക്കൻ്റെ ഒരു സത്തൊക്കെ എല്ലാ വെള്ളത്തിലല്ലേ ഉള്ളൂ, അപ്പോൾ അത് കളയാൻ പാടില്ലേ. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഉണ്ടല്ലെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന കറി ആയതുകൊണ്ട് നമ്മുടെ ഈ കേറ്ററിങ്ങുകാരുടെ ചിക്കൻ കറി ഉണ്ടല്ലോ, നമുക്ക് ഈ കല്യാണത്തിനൊക്കെ തലേദിവസമൊക്കെ കിട്ടത്തില്ലേ, ആ ഒരു മോഡൽ കറി, ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അത്യാവശ്യം. എനിക്ക് വലിയ ഇഷ്ടമാണ് അവരുടെ കറി. അപ്പം ഞാനിത് ഒരു പ്രാവശ്യം പണ്ടൊരു പ്രാവശ്യം ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേറ്ററിങ്ങുകാരുടെ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇത് വെക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ വെക്കാൻ തുടങ്ങി എനിക്കിതായി ഇവിടെ ഏറ്റവും ഇഷ്ടം. പിന്നെ ആദ്യക്കുട്ടന് പിന്നെ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. ചിക്കൻ ഉണ്ടോ, ചിക്കൻ വറുത്തതാണോ, അത്രയും അവനറിയത്തില്ല. അവന് ഈ കറി വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ചിക്കൻ വറുത്തതാണ് അവന് ഇഷ്ടം. പക്ഷെ വറുക്കാനായിട്ട് നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലും കറിയാണ് വെക്കുന്നത്. കാരണം ഇവിടെ മേടിക്കുമ്പോഴേ ഹസ്ബൻഡ് പറയും വറുത്തധികം എടുക്കണ്ട, എണ്ണ എല്ലാം കൂടെ ചെല്ലണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പിന്നെ കേട്ടേക്കാന്നോർത്ത് വറുത്ത് വെക്കത്തില്ല, കൂടുതലും കറി തന്നെ അങ്ങ് വെക്കും. അങ്ങനെ അതെല്ലാം കയ്യോടെ വേണ്ട വറുത്ത് കോരി. ഇത്ര ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊരു 2-3 ദിവസത്തേന് കാണും ഞങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി. അങ്ങനെ അത് എടുത്തിട്ട് നേരെ എൻ്റെ കൈയും പൊള്ളി കേട്ടോ. ഞാനാണേ ഒരു ദൂഷ്യമില്ലാതാണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്, എപ്പോഴും കൈ പൊള്ളല എനിക്ക്. ആ പാത്രം അങ്ങോട്ട് തിളച്ച് കോരി എണ്ണയുമായിട്ടുള്ള ചിക്കനല്ലേ, നേരെ അതിൻ്റെ അടിയിലോട്ടൊരു പിടുത്തി വിരലിൻ്റെ മണ്ട എല്ലാം കൂടെ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊള്ളിയെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ, കറിയുടെ ബാക്കി വെക്കണമല്ലോ. അങ്ങനെ വേണ്ട അത് സവോളയും കൂടെ അതിനകത്തിട്ട് അതേ എണ്ണയിൽ തന്നെ ഇട്ടങ്ങ് വഴറ്റിയെടുത്ത്. അപ്പം നോക്കിയപ്പോഴത്തേനും ഇത് കഴിഞ്ഞ് ഒരു ലോഡ് പാത്രമുണ്ട്. സവാള വഴറ്റുന്ന നേരത്തെ പാത്രം കഴുകിയേക്കാൻ ഓർത്ത് ചെന്നപ്പോഴത്തേനും ഉണ്ട് സോപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വേണ്ട ഞാൻ സോപ്പ് എടുത്തത്, സോപ്പല്ല നമ്മൾ ലിക്വിഡായിരുന്നു ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മേടിച്ച് വെച്ച എക്സോഡി സോപ്പ്. അപ്പം ഇനിയിപ്പോൾ അതെടുത്തേക്കെന്ന് ഓർത്ത്. എനിക്കാണെങ്കിൽ സോപ്പ് വലിയ താല്പര്യമൊന്നും ഇല്ല. കാരണം ഈ സോപ്പ് ഇങ്ങനെ വെള്ളം പിടിച്ച് വരുമ്പോൾ ഇഴുകി വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ആദ്യമൊക്കെ കുഴപ്പമില്ല, തീരാറായി വരുമ്പോഴത്തേനും എനിക്കൊരു ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ നമ്മുടെ ലിക്വിഡായിരുന്നു എപ്പോഴും എടുക്കുന്നത്. അതാകുമ്പം നമ്മൾ കുപ്പിക്കകത്തല്ലേ, അതിനകത്തോട്ട് ചോറിൻ്റെ വേസ്റ്റോ ഒന്നും മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ സ്ക്രബ്ബറയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, നമ്മൾ രാത്രിയിൽ കഴുകിയിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ പകലെടുക്കുന്ന സാധനം തന്നെയല്ലേ പിന്നെ അതിനകത്തിട്ട് മുക്കുന്നത്. അപ്പോൾ ഇച്ചിരി വേസ്റ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു വല്ല അഴുക്കാണെന്നൊക്കെ തോന്നൽ വരും. മറ്റേതാകുമ്പം അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ ലിക്വിഡാകുമ്പോൾ. പക്ഷേ ഇപ്രാവശ്യം കുറേ നാൾ കൂടി ഏതായാലും സോപ്പ് മേടിച്ച് പിന്നെ അത് കഴുകാനായിട്ട് സോപ്പ് എടുത്ത് വെച്ചപ്പോഴത്തേനും ഇൻസ്റ്റമാർട്ടിൽ നിന്ന് സാധനം വന്ന്. പിന്നെ കയ്യോടെ ക്യാമറയും പൊക്കി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് സാധനം മേടിച്ച് കൊണ്ട് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കുറച്ച് മുട്ടയും ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്നേ മുട്ട മേടിക്കാറുള്ളൂ. അന്ന് ആ മുട്ട കേട് കണ്ടേ പിന്നെ ഇതിൽ നിന്ന് ഇതുവരെ എനിക്ക് കേടുള്ള മുട്ടയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അറിയത്തില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതും പിന്നെ സവാള തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സവാളയും ഒരു മുറുക്കും
ഇച്ചിരി തക്കാളിയൊക്കെ മേടിച്ച് എനിക്ക് വേണ്ട സാധനം എടുത്ത് നേരെ വേണ്ട കിച്ചണിലോട്ട് വന്നേ. തക്കാളി കേക്ക് വേണ്ടിയാണ് അത്ര സാധനം ഓർഡർ ചെയ്തത്. അപ്പോൾ അതേ തക്കാളി വരിഞ്ഞിട്ട് എല്ലാം കൂടെ നേരെ ഒന്ന് മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 തക്കാളിക്കയുടെ പീസ് കഴിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ പക്ഷെ അത് മണത്ത് നോക്കിയതാണ്. ആ തക്കാളിക്ക് ഇച്ചിരി ഒരു ഞെക്ക് കൊള്ളുന്ന പോലെ തോന്നിയത്. പിന്നെ ഈ വല്ലതും മണമുണ്ടോ പുഴുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് മണത്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2-3 പീസ് കഴിക്കുകയും ചെയ്തു. എനിക്ക് വലിയ ഇഷ്ടമാണ് തക്കാളിക്കകത്ത് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കഴിക്കാൻ. പണ്ട് കുഞ്ഞിലെ ഞാനും അമ്മയും കൂടെ അങ്ങനെ കഴിക്കുമായിരുന്നു. പക്ഷെ ആദ്യക്കൂട്ടം ഞാൻ അതുപോലൊക്കെ ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പോൾ അവന് ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ഞാനും എൻ്റെ അമ്മയും കൂടെ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു കുഞ്ഞിലെ. പിന്നെ ഇപ്പോഴത്തെ പുതുപ്പള്ളിയിൽ അമ്മയ്ക്കും അതെ വലിയ ഇഷ്ടമാണ്. അമ്മ അരിയുമ്പോൾ എല്ലാം കാണാം, ക്യാരറ്റ് ആണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും അത് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ്റെ വെള്ളവും ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എനിക്കൊന്ന് സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നതൊക്കെ അനുസരിച്ചാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത്. കാരണം ഒരു പ്രാവശ്യം ഞാൻ സവാള ഉണ്ടാക്കി ഇങ്ങനെ ചിക്കൻ കറി വെച്ചപ്പോഴത്തേക്കും സവാള ഒട്ടും വഴന്നിട്ടില്ലായിരുന്നു. അന്നപ്പോൾ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതേസമയം ഈ ചോപ്പറിൽ ഇങ്ങനെ അരിയാൻ തുടങ്ങിയ പിന്നെ നല്ല കുഞ്ഞു കുഞ്ഞു പീസായത് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ കറിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ മതിയെന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് ടേസ്റ്റ് വ്യത്യാസമൊക്കെ മാറും. അതായത് ചിലർ ഇപ്പം നമ്മൾ വെക്കുന്ന സെയിം കൂട്ടായിരിക്കുമല്ലോ, എന്നാൽ പോലും വേറൊരാൾ വെക്കുമ്പോഴത്തേനും കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ പ്രത്യേകത അതായിരിക്കും. ചിലപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, അതായിരിക്കും. അങ്ങനെ എന്തായാലും കറി ഇതേണ്ട അടുപ്പിലോട്ട് വെച്ച് വെള്ളവും എല്ലാം കൂടെ ചേർത്ത് വറുത്ത ചിക്കനും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ നേരത്ത് പോയി ഇതേണ്ട ഞാൻ ചോറും കയ്യോടെ അങ്ങ് ഊറ്റി വെച്ചേക്കത്തെ. ചോറ് പറഞ്ഞ പോലെ ഞാൻ തലേ ദിവസം തന്നെ റൈസ് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ചിക്കൻ മേടിക്കാമെന്നൊക്കെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം എന്താണ് കുറേ നേരത്തെ പണിയായിരുന്നു എനിക്കിങ്ങനെ പണികൾ ഈസി ആയിട്ടങ്ങനെ ചെയ്തു പോകേണ്ട അറിയത്തില്ലേ. പിന്നെ അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടി ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് ഈ താമസം വരുന്നത്. അപ്പം എന്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് തലേ ദിവസം തന്നെ റൈസ് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചോറായി കഴിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സമാധാനം, എന്തൊക്കെയോ പണികൾ തീർന്നു എന്നുള്ളൊരു ഫീലാണ് കേട്ടോ ചോറ് വെച്ച് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ കറി വെച്ചാൽ മതിയല്ലോ, വേണ്ടവർക്ക് വേഗം എടുത്ത് ചോറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കൂട്ടി ഒരു കറിയും കൂടെ കൂട്ടി കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നുള്ളൊരു സമാധാനം കേട്ടോ ചോറായി കഴിയുമ്പോഴത്തേനും. അങ്ങനെ വേണ്ട ചിക്കൻ കറി എല്ലാം അത്യാവശ്യം തിളച്ച് ഈ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മുളക് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, വറ്റൽമുളക് കീറി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില എന്ന് പറയുന്ന സാധനം ഞാൻ ഈ വീട്ടിൽ മേടിച്ചിട്ട് തന്നെ കുറേ ആയി. അതിപ്പോൾ എനിക്കെന്തോ പുതുപ്പള്ളിയിൽ അമ്മ പറഞ്ഞ് വിഷം അടിച്ചൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു പേടി, നാട്ടിൽ നിന്ന് വന്നപ്പോൾ അന്ന് കൊണ്ടുവരാനും വിട്ടുപോയി. പിന്നെ കറിവേപ്പില വേണ്ട, അത്ര ഉള്ളല്ലോ. പിന്നെ അത് ഏതായാലും വേണ്ടെന്ന് വെച്ചിട്ട് കറിക്ക് ബാക്കി കടുകൊക്കെ വറുത്ത് ചേർത്ത് കറി നല്ലതായിട്ട് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ലോ കേട്ടോ, നല്ല കറിയായിരുന്നേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യത്തെ കറി. നല്ല കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ വെച്ചല്ലോ, അന്നത്തേതും നല്ല കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ചില പ്രാവശ്യം നന്നായിട്ട് വെക്കും, ചില പ്രാവശ്യം എന്തെങ്കിലും എവിടെങ്കിലും ഒരു ഫ്ലോപ്പ് സംഭവിക്കും കേട്ടോ. അങ്ങനെയാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ കറി കൊള്ളായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇച്ചിരി മോര് തൈര് ഇരുന്നതും കൂടെ അങ്ങ് കാച്ചി വെച്ചേക്കാന്ന് ഓർത്ത് ഇച്ചിരി ശകലം വെള്ളവും കൂടെ, ഞാൻ കണ്ടമാനം വെള്ളം ഒഴിക്കത്തില്ല, ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം കൂടിയിട്ട് സാധാരണ കാച്ചുന്ന പോലെ തന്നെ. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് മുളകും ഇത്ര ഇടത്തുള്ളൂ കേട്ടോ. ചിലയിടത്ത് ഞാൻ നേരത്തെ ഹോസ്റ്റലല്ല പേയിങ് ഗസ്റ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ തന്നെ കുക്ക് ചെയ്യുമായിരുന്നേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കോട്ടയംകാർ തന്നെയാണ്, അവർ വെക്കുമ്പോഴത്തേനും കാണാം വെളുത്തുള്ളി സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വഴറ്റിയിട്ട് മോര് കാച്ചുന്നത്. അപ്പോൾ ഞാൻ ഓർത്തൊന്നും അവർക്ക് അറിയത്തില്ല എന്നിട്ടാ തെറ്റിച്ച് വെക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ വെക്കുന്നത് നമുക്ക് അറിയാമല്ലോ, ആ ഒരു ഏജൊക്കെ ആയല്ലോ. അപ്പം ഞാൻ അവളുമാരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അല്ലെന്നൊക്കെ. പക്ഷെ അവരങ്ങനെയാണെന്ന് പറഞ്ഞത്, അത് കൂട്ടിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചീത്തയായി പോകും തോന്നുന്നു സവാളയൊക്കെ ഇട്ട് വെച്ചാൽ. ഞങ്ങളിവിടെ വെച്ച് ഒരു പ്രാവശ്യം മോരുകറി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേന് കാണും. അതുകൊണ്ട് പിന്നെ ഞാനിപ്പം അങ്ങനെ വെക്കാറില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് വെളുത്തുള്ളി സവാളയൊക്കെ ഇടുമ്പോൾ. പിന്നെ കൈയോടെ നേരെ കിച്ചണെല്ലാം തൂത്തിട്ടു ആ ജനലും അങ്ങ് അടച്ചിട്ട് കേട്ടോ. ആ ജനൽ തുറന്നിട്ടത് ഈ മുളകൊക്കെ എടുക്കുമ്പോഴേ ഞങ്ങൾ തുമ്മാൻ തുടങ്ങും, ഇവിടെ എല്ലാവരും ചുമയ്ക്കാനും തുമ്മാനും. അപ്പം അതുകൊണ്ടാണ് തുറന്നിട്ട്. പിന്നെ അതും അങ്ങ് അടച്ചിട്ടു. പിന്നെ കുറച്ച് തുണി ഞങ്ങളുടെ കഴുകാനുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ്, അതും കൊണ്ടുപോയി ഇട്ടിട്ട് നേരെ ഇതേണ്ട ഞങ്ങൾ രണ്ടുപേരുടെ ചോറ് കഴിക്കാൻ പോകണേ. അപ്പം നമ്മുടെ കറി ഇത് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കേട്ടോ. അയ്യോ, അങ്ങനെ കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇതേണ്ട ഞങ്ങൾ രണ്ടുപേരുടെ ചോറൊക്കെ വിളമ്പി, ചോറും ചിക്കൻ കറിയും മോര് കറിയും
പിന്നെ എന്താ കുറച്ച് പപ്പടം വറുത്തത്, പപ്പടം വലിയ പപ്പടം ഇല്ലായിരുന്നേ, പിന്നെ ഇപ്പോൾ സ്മാർട്ടിൽ പോകുമ്പോൾ അതൊക്കെ വാങ്ങണം. ഇതൊന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് അമ്മ തന്നതാ, കുഞ്ഞി കുഞ്ഞി പപ്പടം. ആദ്യക്കുട്ടന് വേണ്ടി തന്നു വിട്ടതാണ്, പക്ഷെ ഞങ്ങളെല്ലാം കാച്ചി കഴിക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണ്ട ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട്, ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് വേണ്ട ആദ്യക്കുട്ടനെ കൊണ്ടുവരാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്നെ എല്ലാ വീഡിയോയിലും കാണിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കാര്യമാക്കുന്നില്ല, വഴക്ക് കിട്ടുന്നിടം വരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതേണ്ട ഞങ്ങൾ രണ്ടുപേരും പോകാനിറങ്ങി. ഇതേണ്ട ആദ്യക്കുട്ടനെ തിരിച്ച് സ്കൂളിൽ നിന്ന് കയറ്റിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് തേണ്ട വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ കയ്യോടെ ആദ്യക്കുട്ടനെ കയറ്റി അങ്ങ് കുളിപ്പിച്ചേ. വരുന്ന വഴി കുളിപ്പിച്ചിരുന്നുണ്ട് ചെക്കൻ പിന്നെ ഇതിലേ നടക്കും. അമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് 100 കാര്യങ്ങളായിരിക്കും. അതൊന്നും കേൾക്കണല്ലോ, വരുന്ന വഴി കയറ്റി അങ്ങ് കുളിപ്പിക്കുവാണ്. പിന്നെ ചിലപ്പോൾ ഞാൻ ഓർക്കും ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് വെയിൽ കൊണ്ടുവരുന്നല്ലേന്ന് ഓർത്ത് ഒരു 5 മിനിറ്റത്തേന് ഫാൻ ഇട്ട് അവിടെ നിന്ന് ഇരുത്തും. ഇതിപ്പോൾ ബൈക്കിന് വന്നുകൊണ്ട് പിന്നെ അങ്ങനെ വെയിൽ കൊള്ളാനൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങ് വന്നേ. അതുകൊണ്ട് കയ്യോടെ കയറ്റി കുളിപ്പിച്ച് പിന്നെ വന്ന വഴിക്ക് ഞാൻ എല്ലാം ഒന്ന് തുറന്നു നോക്കുവാണ്. നാളത്തേന് എന്തെങ്കിലും ഒരു പറഞ്ഞിട്ടുണ്ടോ, എഴുതി കൊടുത്തു വിട്ടിട്ടുണ്ടോ, അങ്ങനെ എഴുതി കൊടുത്തു വിടും ബുക്കേൽ, അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും മെസ്സേജ് അവരിടും, അങ്ങനെയൊക്കെ. അപ്പം എല്ലാം ഒന്ന് തുറന്ന് നോക്കുക. അതുപോലെ തന്നെ ബോക്സും ഒക്കെ ഒന്ന് നോക്കിയതാണ്. കഴിഞ്ഞ ദിവസം വേറൊരു കട്ടർ, ഞാൻ പറഞ്ഞില്ല, ഒരു പെൻസിൽ വെട്ടുന്ന കട്ടർ വേറൊരാളുടെ ഉണ്ടായിരുന്നു ഇവൻ്റെ കയ്യിൽ. അപ്പം അതൊക്കെ പോലെ വല്ലതൊക്കെ പെട്ടിട്ടുണ്ടോ, വെച്ചിട്ടുണ്ടോ, പോയിട്ടുണ്ടോ എന്നെല്ലാം വരുന്ന വഴിക്ക് തന്നെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് അവനെ പുതിയതായിട്ട് ഇന്നെന്തോ പഠിപ്പിച്ചിട്ടുണ്ട്, മാത്സാന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ഒന്ന് അവനോട് ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചതാണ്. ഇച്ചിരി കഴിയുമ്പോഴത്തേനും എല്ലാം ഒന്ന് പഠിപ്പിക്കണമല്ലോ. പിന്നെ നേരെ അതേണ്ട അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് എല്ലാം കൊണ്ടുപോയി കഴുകാൻ വെക്കുവാണ്. അപ്പം ഇന്ന് ചെക്കൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാ ഞാൻ തുറന്നു നോക്കിയിട്ട് ചോദിക്കുന്നത്. എനിക്കിത് എടുത്തപ്പോഴേ ഒരു വെയിറ്റ് തോന്നിയായിരുന്നേ. എന്നാണോ എന്തോ ഇന്ന് തൈരൊന്നും ഇഷ്ടപ്പെട്ടില്ല, തൈരിന് വേറൊരു ടേസ്റ്റാന്നൊക്കെ പറഞ്ഞത്. എന്നാലും ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. പിന്നെ വന്ന വഴി തന്നെ ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞു. ചിക്കൻ കറിയാന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു എനിക്ക് വേണ്ട, വറുത്തത് മതി. അപ്പം ഞാൻ പറഞ്ഞു കറി വറുത്തിട്ട് വെച്ച കറിയാണ്, വറുത്തതുപോലെ ഉള്ളു, അതുപോലെ തന്നെ ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കറി കൊടുത്ത് കറി കൂട്ടി ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ 4 മണിയായപ്പോഴത്തേനും പിന്നെ കിടന്നില്ല കേട്ടോ. എനിക്കാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ ചോറൊക്കെ കൊണ്ടിട്ട് ഒരു ഇച്ചിരി നേരം കിടന്നായിരുന്നു, ഉറങ്ങിയില്ല, എന്നാലും ഇച്ചിരി നേരം കിടന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഇടുക. പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ചായയും ബൂസ്റ്റും എല്ലാം ഇട്ടെടുക്കുക. അപ്പം ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഞങ്ങൾക്കൊന്ന് സ്മാർട്ടിൽ പോകണം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇപ്പോഴും എന്തോ പഞ്ചസാരയാണെന്ന് തോന്നുന്നു, തേയിലപ്പൊടിയോ എന്തോ സാധനം തീർന്നതിൻ്റെ എഴുതി വെക്കുക. പിന്നെ ഇതെന്നിട്ട് ഫോട്ടോ എടുത്തോണ്ട് ഞാൻ പോകും ഫോണേൽ, ഇതിൻ്റെ ലിസ്റ്റിൻ്റെ എല്ലാം കൂടെ. അങ്ങനെ ഓർത്തോണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാൻ വേറെ പേപ്പർ എടുത്ത് എഴുതുമായിരുന്നു. അപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം. ഇതിപ്പോൾ എനിക്കൊരു പുതിയ ഒരു ഐഡിയ കിട്ടി കേട്ടോ. തീരുന്ന സാധനം അങ്ങോട്ട് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്നേരത്ത് എളുപ്പമുണ്ടല്ലോ. അത് നോക്കിയിട്ട് പോകുമ്പോൾ നമ്മൾ ഓർത്തോളും. പിന്നെ എല്ലാം പൊക്കി തുറന്ന് എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നെയല്ല പോകുന്നേരത്തെല്ലാം നോക്കിക്കൊണ്ട് നിന്ന സമയവും പോകും. അങ്ങനെ കൈയോടെ ഞാൻ അതൊക്കെ എഴുതി വായിക്കോട്ടയും ഇട്ട് എന്നെ കണ്ടിട്ട് എൻ്റെ തലയിലിരിക്കുന്ന ഈ പൂ കാണുമ്പോൾ ഇവിടെ രണ്ടുപേരും കളിയാക്കും കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ്. ഇത് റെഡ് കളറായിരുന്നേ ഒന്നുകൂടെ നിനക്ക് മാച്ചായേനോ എന്നാണ് പുള്ളിയുടെ ഒരു അഭിപ്രായം കേട്ടോ. ചെമ്പരത്തിപ്പൂ പോലെ ഇരുന്നോളൂ. ഇപ്പം ആ പൂ ഒറിജിനലൊരു വെള്ള ചെമ്പരത്തിപ്പൂവാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വേണ്ട 3 പേരും കൂടെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വേണ്ട സ്മാർട്ടിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്മാർട്ടാണോ ഡിമാർട്ടാണോ ഞങ്ങൾ ഇപ്പോഴും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും അങ്ങോട്ട് ഇറങ്ങാൻ ഓർത്തു. അപ്പോഴത്തേനും വലിയ മഴയും കാറ്റും കേട്ടോ വരാൻ പോകുന്നു. കാറ്റ് ഭയങ്കര കാറ്റ്. അപ്പം ഞങ്ങളുടെ ഈ കാറ്റൊക്കെ കണ്ട് കുറച്ചേരം നിന്ന് മഴ പെയ്യുമോ എന്ന് അറിഞ്ഞിട്ട് പോകാമെന്നൊക്കെ ഓർത്ത് നിന്നതാ. പിന്നെ ഓർത്ത് കാറിനാണല്ലോ പോകുന്നത്, ഇനിയിപ്പം നോക്കി നിന്നാലും എന്തായാലും മഴ പെയ്യും. നല്ല സൂപ്പർ കാറ്റ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത അത് കേട്ടോ, നമ്മുടെ അവിടുത്തെക്കാട്ടിലും കൂടുതൽ കാറ്റ് കൂടുതലാണ് ബാംഗ്ലൂർ. ഇത് ഭയങ്കര ഹൈയല, ബാംഗ്ലൂർ ഭയങ്കര ഹൈറ്റ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഇന്നാണ് കേട്ടോ അറിയുന്നത് ഈ കാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഭയങ്കര നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നിറച്ചിങ്ങനെ മരങ്ങളല്ലേ വഴിയിലെല്ലാം. അപ്പോൾ നമ്മൾ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കമ്പും കഴയൊക്കെ ഒടിഞ്ഞ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് മടിച്ചു നിന്ന്, പിന്നെ നിന്നിട്ട് കാര്യമില്ല, എന്താണേലും മഴ പെയ്യുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ട പോകാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. നല്ല രസം ഇവിടെ എല്ലാം കാണാൻ കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതേതാണ്ട് ബാംഗ്ലൂരിനകത്ത് ഒളിപ്പിച്ച് വെച്ച സ്ഥലം പോലെ നല്ല ഭംഗി ഇവിടെ ഒക്കെ കാണാൻ വേണ്ടിയേ. ഞങ്ങളാണെങ്കിൽ നേരത്തെ ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നു. ഇപ്പം താമസിക്കുന്ന സ്ഥലം ഇച്ചിരി ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്താണെങ്കിലും വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട കാറിൽ കയറി പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ ഡിമാർട്ടിലോട്ട് പോകാൻ ഓർത്ത് നേരെ ഈ കാണുന്ന നേരെ ഡിമാർട്ടിലോട്ടാണ് പോയാലേ. അപ്പം ആ ഫ്ലാറ്റ് കണ്ടോ, നേരെ കണ്ടാൽ നമ്മൾ അതിനകത്തോട്ട് വണ്ടി കയറി ചെല്ലുന്ന പോലെ തോന്നത്തില്ലേ.
നല്ല രസമുണ്ടല്ലേ. അപ്പം നമ്മൾ നേരെ വേണ്ട തിരിച്ച് പിന്നെയും സ്മാർട്ട് ബസാറിലേക്ക് ആക്കാമെന്ന് കരുതി അങ്ങനെ നമ്മളുടെ നേരെ സ്മാർട്ട് കയറിയിട്ടുണ്ട്. മഴ വലിയ മഴക്കാറാണ് വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മൾ സാധനം എടുക്കാൻ കയറിയ സമയത്ത് ഏതായാലും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ അകത്ത് നിന്നപ്പോൾ ആദ്യമേ അറിഞ്ഞില്ല. നമ്മൾ സാധനം കൊണ്ട് തിരിച്ച് ഇറങ്ങാൻ നേരം ആയപ്പോഴാണ് അറിഞ്ഞു. അങ്ങനെ വേണ്ട സാധനം എല്ലാം എടുത്ത് ആദ്യക്കൂട്ടം വേണ്ട ഒരു ജെംസും എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ അവന് എല്ലാ പ്രാവശ്യം കാണുമ്പോഴേ എടുക്കുന്ന കേട്ടോ. അത് ഭയങ്കര നഷ്ടമാണ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ നനഞ്ഞു കേട്ടോ. സാധനം ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല സ്മാർട്ടിൽ നിന്ന് പുറത്തോട്ട് താഴോട്ട് ഇറങ്ങാൻ പാർക്കിങ്ങിലോട്ടെ. അപ്പം നമ്മൾ സാധനമൊക്കെ നനച്ച് പറക്കി ദേണ്ട കൊണ്ടുപോയി കാറെ കയറ്റി. ഭയങ്കര മഴയും ബ്ലോക്കും കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇതോ കേട്ടോ, ബ്ലോക്കാവും. അങ്ങനെ ഞങ്ങൾ വേണ്ട വീട്ടിൽ വന്ന് ഞാനാണെ വായിക്കോട്ടയും ഇട്ട് തൂങ്ങി ഈ സാധനം എല്ലാം ഇനി എടുത്തു വെക്കണമല്ലോ എന്നുള്ള വിഷമത്തിൽ ഇരിക്കുവാണ്. അപ്പം നമ്മൾ വേണ്ട അവിടുന്ന് മേടിച്ച സാധനത്തിൽ ഞാൻ എക്സ്ട്രാ തന്നെ ഇങ്ങനെ ഒരു സെറ്റ് ഹാങ്ങർ 99 രൂപ, പിന്നെ ഈ ഒരു പാത്രത്തിന് 49 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അല്ല 79 രൂപ കേട്ടോ. ഭയങ്കര ലാഭം കേട്ടോ. സ്റ്റീൽ പാത്രമാണ്. 2-3 പാത്രം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോയി വെക്കി. പ്ലാസ്റ്റിക് എല്ലാം കൂടെ എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കൊണ്ട് തിരിച്ചു വെപ്പിച്ചേ. അപ്പം ഞാൻ പിന്നെ സ്റ്റീൽ പാത്രം പോയി എടുത്തു. പിന്നെ ഒരു സ്പ്രേ അല്ല ഹാൻഡ് വാഷിൻ്റെ കുപ്പി 99 രൂപ, ഒരു കപ്പ് 49 രൂപ, പിന്നെ ഒരു 3 3-in-1 ആയിട്ടുള്ള ഒരു ബ്ലേഡുകളുള്ളൊരു പീലറും എടുത്തോട്ടെ. എനിക്ക് പീലർ ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം എൻ്റെ ഉണ്ടായിരുന്നു, അത് പോയി. അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്കെല്ലാം അങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ അവിടെ ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് ഓഫറായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അവിടുന്ന് എന്തായാലും അങ്ങനെ അത്ര സാധനം കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തു. ഇനി ബാക്കിയൊക്കെ നാളെ വേണം എടുത്ത് വെക്കാൻ. അപ്പോൾ അവിടുന്ന് ഒരു പീനട്ടല്ല ന്യൂട്ടല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദിയുടെ ഫേവററ്റ് സാധനമാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ബ്രെഡ് മേടിക്കാൻ മറന്നു. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ ബ്രെഡ് വാങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോയി. ആ നേരത്ത് ഞാനും ആദ്യക്കൂട്ടിനോട് അതൊക്കെ പൊട്ടിച്ചിരുന്ന ടേസ്റ്റൊക്കെ ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൂടെ നിർത്തുവാണ്. നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.